ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ചൈൻസോ മെഷീനാണ്. അപ്പോൾ ചൈൻസോ എന്ന് പറയുമ്പോൾ മരം മുറിക്കുന്ന മെഷീൻ. അപ്പോൾ എല്ലാവരും ചൈൻസോ എന്ന് പറയുമ്പോൾ സ്റ്റില്ലൊക്കെയാണ് എല്ലാവരും മനസ്സിലേക്ക് ആദ്യം ഓടി വരല്. ഈ ഫീൽഡിൽ ഇല്ലവർക്ക് എന്നപ്പോൾ ഈ സ്ഥിരമായി കണ്ടിന്യൂ വർക്കെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റില്ലാണ്. അതേസമയം നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനും ചെറിയ ചെറിയ വർക്കിനൊക്കെ ആണെങ്കിൽ വില കുറഞ്ഞ് നമുക്ക് അത്യാവശ്യം ഇപ്പം നമ്മൾ സ്റ്റില്ല് വാങ്ങിക്കുമ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു സ്പെയർ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ മെഷീൻ മേടിക്കുന്നതിൻ്റെ 3 ഇരട്ടി 4 ഇരട്ടി അതിന് സ്പെയറിന് റേറ്റ് ഉണ്ടാവും. അതേസമയം നോർമലി നമ്മൾ വില ഇപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത മെഷീൻ നമ്മളിവിടെ ഉള്ള മെഷീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പെയറിന് അധികം റേറ്റ് ഒന്നും വരില്ല. പിന്നെ നമ്മളങ്ങനെ ഒരുപാട് കണ്ടിന്യൂ വർക്കിൻ്റെ ആവശ്യത്തിനായിരിക്കില്ല ഇത് വാങ്ങിക്കൽ, വീട്ടിലെ ആവശ്യത്തിനൊക്കെയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പവറുള്ള ഞാൻ ഉപയോഗിക്കുന്നവരോടെല്ലാം അത്യാവശ്യം ചോദിച്ചതിന് ശേഷമാണ് ഈ മെഷീൻ ഞാൻ വാങ്ങിക്കുന്നത്. ഞാൻ 2 ദിവസം ഇത് വർക്ക് ചെയ്ത്, ഞാൻ സാധാരണ എല്ലാ വീഡിയോയും ചെയ്യുന്നത് പോലെ തന്നെ വാങ്ങിക്കുമ്പം തന്നെ റിവ്യൂ അല്ലാതെ ഇത് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ 2 ദിവസം വർക്ക് ചെയ്യിച്ചു. അത്യാവശ്യം നല്ല പവർഫുള്ളായിട്ടുള്ളൊരു മെഷീനാണ്. അത് ഞാൻ സ്ഥിരമായിട്ട് മരമൊക്കെ മുറിക്കാൻ പോകുന്ന വേറെ ഇത് വർക്ക് ചെയ്യുന്ന ടീമോട് ഞാൻ ചോദിച്ചിന് ഈ മെഷീനെ പറ്റി. ഞാൻ ഒരുപാട് മെഷീനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ ഈ മെഷീൻ കുഴപ്പമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കുന്ന മെഷീനാണ്. ഇവിടെ കണ്ണൂർ ജില്ലയിൽ നിന്ന് JJ പവർ ടൂൾ എന്ന് പറഞ്ഞ കിൻഫ്രീൻ്റെ കമ്പനിയിൽ നിന്നാണ് ഇത് അസംബിളി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് നിക്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിക്കോ ജപ്പാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. നിക്കോ ജപ്പാൻ്റെ സ്പെയർ ആണോ ഇവിടുന്ന് അസംബിളി ചെയ്യുന്നതാണോ അങ്ങനെ ആയിരിക്കണം, അല്ല അതിൻ്റെ ടെക്നോളജി എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ഇതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. B58 എന്ന് പറഞ്ഞൊരു മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻജിൻ എന്ന് പറഞ്ഞാൽ എന്നപ്പോൾ ഇത് എയർ കൂൾഡാണ് ഈ മെഷീൻ. എല്ലാ മെഷീന് എങ്ങനെയാണ് എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെ എഴുതിയിട്ടുണ്ട്. പിന്നെ എല്ലാ മെഷീനും 2 സ്ട്രോക്കാണെല്ലാം. അതുപോലെ തന്നെ ഇത് 2 സ്ട്രോക്കാണ്. ഈ മരം മുറിക്കുന്ന ഇങ്ങനെയുള്ള മരമുള്ള 2 സ്ട്രോക്കാണ്. നമ്മളെ പഴയ ബൈക്കിലെല്ലാം അതുപോലെ തന്നെ ഓട്ടോറിക്ഷയിലെല്ലാം പെട്രോളിൻ്റെ പേര് ഓയിൽ ഒഴിക്കുന്ന ആ ഒരു സിസ്റ്റം എൻജിനാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയില്ല. അതിനെല്ലാം വേറെ അതിനെപ്പറ്റി വർക്ക്ഷോപ്പ് ഇതെല്ലാം അറിയുന്നവർക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ ഇത് സിംഗിൾ സിലിണ്ടറാണ്. എനിക്ക് മരം മുറിക്കുന്ന മെഷീന് ഡബിൾ സിലിണ്ടർ ഉണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. ഇത് സിംഗിൾ സിലിണ്ടറാണ്. പിന്നെ ഇതിൻ്റെ പവർ എന്നപ്പോൾ 58 cc ആണ്. പിന്നെ ഇതിൻ്റെ ഓയിലിൻ്റെ ടാങ്ക്, നമ്മൾ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി 550 ml ആണ്. അതുപോലെ തന്നെ ഇതിന് ഓയിൽ വേറെ, പെട്രോളിൽ ഓയിൽ ഒഴിക്കണം. അതുകൂടാതെ ചൈന് ഓയിൽ ഒഴിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അവിടെ 260 ml ആണ് അതിൻ്റെ ഓയിൽ. ഈ സാധാരണ എല്ലാ മെഷീനും എത്രയാണെന്ന് എനിക്കറിയില്ല. ഇതിൽ ചെറിയ മെഷീനുണ്ട്, വലിയ മെഷീൻ്റെ കാര്യം എനിക്കറിയില്ല എത്രയാണെന്ന്. അത് എല്ലാത്തിനും ചെറുതിനും വലുതിനെല്ലാം വ്യത്യാസം ഉണ്ടാവും. ചില കമ്പനീൻ്റെ മെഷീന് വ്യത്യാസം ഉണ്ടാവും. അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. പിന്നെ ഇത് 8 കിലോന്ന് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇത് നിലത്തുനിന്ന് ചെയ്യേണ്ട ഇതിന് വേണ്ടി നിലത്ത് മരം അടിയിൽ നിന്ന് കട്ട് ചെയ്ത് നിലത്തിട്ട് മുകളിൽ കയറിയിട്ട് ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ ചെറിയ മെഷീനൊക്കെ ഉണ്ട്, ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ മെഷീനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നിക്കോൺ ജപ്പാൻ ടെക്നോളജി എന്താണെന്ന് അറിയില്ല, ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല പവറുണ്ട്. ഞാൻ 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷമാണ് എന്നപ്പോൾ ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 ദിവസം വിറക് കട്ട് ചെയ്തു. അതുപോലെ തന്നെ തെങ്ങ് കട്ട് ചെയ്തിട്ട് അത് നടുകെ പൊളന്നെടുത്തു, 4 പീസായിട്ട് പൊളന്നെടുത്തു. അതുപോലെ തന്നെ പഴയ തേക്കിൻ്റെ ഇത് പഴയ തേക്കിൻ്റെ ഇതാണ്, കുറ്റിയാണ്. അതിൻ്റെ അകത്തുനിന്ന് ഇതാണെന്നില്ലേ 1 ഇഞ്ച് കനത്തിൽ ഞാൻ സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് ആ കനത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ സർഫസ് ലെവലാക്കിയിട്ട് ഇത് ടീപ്പോയോ അങ്ങനെ എന്തെങ്കിലും നെയിം ബോർഡോ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നല്ല രസം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഈ എഡ്ജൊന്നും ക്ലിയർ ചെയ്യില്ല. ഇതിൻ്റെ സർഫസ് മാത്രം ലെവൽ ചെയ്തിട്ട് അപ്പോക്സിയോ ക്രിസ്റ്റൽ അപ്പോക്സിയോ അതുപോലെ തന്നെ PU പോളിഷോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അടിപൊളി ആക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. നന്നല്ലേ കുറേ ഉണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് കട്ട് ചെയ്യലൊന്നും നടക്കില്ല. അപ്പോൾ കണ്ടിന്യൂ എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്ന് വെച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ കുറച്ച് ക്രാഫ്റ്റിൻ്റെ വർക്കൊക്കെ ഉണ്ട്. ഞാൻ തെങ്ങിലും ചിരട്ടിയിലൊക്കെ ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. മുൻകാലങ്ങളിൽ എൻ്റെ വീഡിയോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതാണ് പറയാൻ. 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ റിവ്യൂ പറയുന്നത്. അല്ലെങ്കിൽ കൊള്ളാത്ത മെഷീനാണെങ്കിൽ ഞാൻ ചെയ്യാറില്ല. ഒരുപാട് മെഷീൻ അങ്ങനെ ഞാൻ
പരിചയപ്പെടുത്താത്ത മെഷീൻ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പറയാനുള്ളത്, എനിക്ക് ഈ മേഖലയെ പറ്റി ഒന്നും അറിയില്ല, ഈ മെഷീനെ പറ്റിയോ. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഈ മെഷീൻ ഇത്രയും അടുത്ത് ടച്ച് ചെയ്യുന്നത് തന്നെ, ഈ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചതിന് ശേഷം. അപ്പോൾ അവിടുന്ന് പറഞ്ഞ ആ പരിചയം വെച്ചൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇത് വേറെ ആരും അറിയുന്നവരെയൊന്നും കൂട്ടാതെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സെറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള കട്ടിങ്ങും കുറച്ച് കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത് ഒരുപാട് ഇന്നിപ്പോൾ ഞാൻ ഉപയോഗിച്ചത് തന്നെ ഉപയോഗിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് തോന്നുന്ന ഒരുപാട് സംഭവങ്ങൾ പരിചയപ്പെടുത്താറുണ്ട്, മെഷീനറീസെല്ലാം പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഓരോരോ വീഡിയോയിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു, ബൈ. Ah.